പാർട്ടി പ്രവർത്തകനായ ബ്രൂണോയുടെ സഹോദരിയായ സ്റ്റെഫിയുടെയും മരിയോയും തമ്മിലുള്ള വിവാഹം നടക്കാൻ ചെക്കൻ വീട്ടുകാർ 25 പവൻ സ്വർണമാണ് സ്ത്രീധനമായി ആവശ്യപ്പെടുന്നത്. പള്ളിക്കാരുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബ്രൂണോയ്ക്ക് കല്യാണം നടത്താൻ മറ്റ് സാമ്പത്തിക മാർഗമില്ലാത്ത അവസ്ഥ വരുന്നു. തുടർന്ന് സുഹൃത്തുക്കൾ വഴി ബ്രൂണോ അജേഷ് എന്നയാളെ പരിചയപ്പെടുന്നു. ഒരു ജ്വല്ലറുടമയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന അജേഷ് കല്യാണത്തിന് മുൻപ് 25 പവൻ സ്വർണം നൽകാനും കല്യാണത്തിന് പിരിഞ്ഞു കിട്ടുന്ന പണം ഉപയോഗിച്ച് അന്ന് രാത്രി തന്നെ സ്വർണത്തിന്റെ വില തിരികെ നൽകാനും ബ്രൂണോയുമായി കരാറുണ്ടാക്കുന്നു. എന്നാൽ കല്യാണത്തിന് വളരെ കുറച്ച് ആളുകൾ മാത്രം പങ്കെടുത്തതിനാൽ 13 പവനുള്ള പണം മാത്രമേ പിരിഞ്ഞു കിട്ടിയത്. അജേഷ് ബാക്കി 12 പവൻ സ്വർണം തിരികെ ആവശ്യപ്പെട്ടെങ്കിലും സ്റ്റെഫിയും മരിയോയും സ്വർണം നൽകാതെ മരിയോയുടെ നാടായ തലവെട്ടിച്ചിറയിലേക്ക് കടന്നു കളയുന്നു. തന്റെ മുതലാളിക്ക് നൽകിയ വാക്കു പാലിക്കാനും സ്വർണം തിരികെ വാങ്ങാനുമായി അജേഷ് തലവെട്ടിച്ചിറയിലെ മരിയോയുടെ വീട്ടിലെത്തുന്നു. ബ്രൂണോയുടെ കസിൻ എന്ന വ്യാജേനയാണ് അവൻ അവിടെ നിൽക്കുന്നത്. ഇതിനിടയിൽ സ്വർണത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന മരിയോ അജേഷിനെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്നു. പിന്നീട് അജേഷിന്റെ വീട്ടിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും നേരിട്ട് കാണാനിടയാകുന്ന സ്റ്റെഫിക്ക് വലിയ കുറ്റബോധം തോന്നുകയും അലമാരയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച് അജേഷിന് നൽകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ശ്രമം കൈയോടെ പിടിക്കുന്ന മരിയോ അവളെ ക്രൂരമായി മർദ്ദിക്കുന്നു. പരിക്കിൽ നിന്ന് ഭേദമായി തിരിച്ചെത്തുന്ന അജേഷ് മരിയോയുടെ ഉപജീവനമായ ചെമ്മീൻ കെട്ടിലെ ഷട്ടറുകൾ തുറന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ചെമ്മീനുകളെ കായലിലേക്ക് വിടുമെന്ന് ഭീഷണിപ്പെടുത്തി തന്റെ സ്വർണം തിരികെ വാങ്ങുന്നു. ശേഷം അവർ തമ്മിൽ വലിയൊരു സംഘടന നടക്കുകയും അജേഷിന് സ്വർണവുമായി അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. സ്വർണമില്ലാത്തത് കൊണ്ട് മരിയോയുടെ കൂടെ ഇനി ജീവിക്കാൻ തനിക്കാവില്ലെന്ന് തിരിച്ചറിയുന്ന സ്റ്റെഫി താൻ ഇട്ടിരുന്ന ബാക്കി സ്വർണം ഊരി മാറ്റി അജേഷിനൊപ്പം തോണിയിൽ കയറി പോകുന്നു.